അമ്മച്ചിക്ക് ആകെ കിട്ടി ചക്കക്കുരു അവനെടുത്തോണ്ട് പോയി. ഇപ്പോൾ അമ്മച്ചി ചക്കപ്പുഴുക്ക് തിന്നുകയാണ്. അപ്പം അമ്മച്ചി കോരി ഇരുന്നത് എല്ലാവരും കൊതിപ്പിക്കാം. ഇതെന്നാ അതിങ്ങതാ, അതതിനകത്ത് കിടക്കട്ടെ. അമ്മച്ചേനെ ഇതിനകത്ത് തിന്നണേ. സ്റ്റീൽ പാത്രമോ? 2 കഷ്ണം മാത്രം എടുത്തേ. കുട്ടിയോടെ എടുത്തോണ്ട് പോ. മിണ്ടാതിരിക്കാനോ? അമ്മച്ചി എന്നോട് ചുപ്പ് രഹോന്ന് പറഞ്ഞു. ചേട്ടന് ചുപ്പണോ? ചേട്ടാ എടുക്കട്ടെ? ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കാലത്തെ ഈ ഇരിപ്പിരിക്കാനായിട്ട് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടാക്കുന്നയാളെ നമ്മൾ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നയാളോ സകല ശക്തികളും എടുത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതാ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിക്കും. അത് നിങ്ങളൊരു നിമിഷം നോക്കിയിരിക്കുക, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, ചക്കയാണ്. അപ്പോൾ ചക്കയൊക്കെ വെട്ടി ഒരുക്കിയിട്ട് വരാം. അപ്പോൾ അമ്മച്ചി കുറച്ച് ചക്ക വെട്ടി തന്നു, ബാക്കി ഞാനും വെട്ടി. അമ്മച്ചിക്ക് അങ്ങ് കണ്ണ് പിടിക്കാനുള്ള കേട്ടോ ചക്ക ചെത്തിങ് എടുക്കാൻ. അപ്പോൾ ബാക്കി ഞാനും വെട്ടിയിട്ട് ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ചകിണിയൊക്കെ കളഞ്ഞ് സ്വന്തമായിട്ടിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുക്കളയുടെ അങ്ങാറ്റം മുതൽ ഇങ്ങാറ്റം വരെ ചക്കയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ക്ലീനാക്കി എടുക്കണം. ആൻസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഈ ചകിണി പറിച്ചു തരാനായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ ചകിണി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് വേണമല്ലോ പുഴുങ്ങാൻ, അപ്പം അരിഞ്ഞിട്ട് വേണമല്ലോ ഇത് പൊളിച്ച് കളയണം, അല്ലെങ്കിൽ ഇത് ഈ സാധനം വേവത്തില്ല. അപ്പം നമുക്ക് ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്, കയ്യിലൊട്ടുക. അപ്പം കയ്യിലൊട്ടാതിരിക്കാൻ ഞാനാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു കുപ്പി മണ്ണെണ്ണയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാലൊക്കെ നീട്ടിയിരുന്നുകൊണ്ടാണ് ഇവിടെ ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ആൺസൂട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചകിണിയൊക്കെ നന്നായിട്ട് നീക്കം ചെയ്ത് ആൺസൂട്ടൻ തരുന്നുണ്ടേ. അപ്പം ഞാൻ ഈ ചക്ക കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഇച്ചിരി നേരമായി, ഇനി തീരാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം. അപ്പം ഞാനെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് തലേന്നിൻ്റെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ചക്ക പുഴുങ്ങിയതും എല്ലാവരും കാണിച്ച് കൊത്തിക്കട്ടെ. ചക്ക ആഹാ നല്ല സൂപ്പർ ചക്കപ്പുഴുക്ക്, ചക്ക പുഴുങ്ങിയതും പിന്നെ ഇത് മീൻകറി വെച്ചെടുത്തോ. ഇത് ഞാൻ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചി ചതച്ചതും പിന്നെ സവോള എല്ലാം കൂടി ഞാനിവിടെ വെച്ചിരിക്കുന്നതാണ്. ഇറച്ചിക്ക് വേണ്ടിയിട്ട് ബീഫ്, മീനൊക്കെ വന്ന് വാങ്ങിയതാ. ബീഫൊക്കെ മസാല തിരുമ്മി വെച്ചിരിക്കുകയാണ്. അമ്മച്ചി അപ്പോൾ അമ്മച്ചിക്ക് ആകെ കിട്ടി ചക്കക്കുരു അവനെടുത്തോണ്ട് പോയി. ഇപ്പോൾ അമ്മച്ചി ചക്കപ്പുഴുക്ക് തിന്നുകയാണ്. അപ്പം അമ്മച്ചി കോരി ഇരുന്നത് എല്ലാവരും കൊതിപ്പിക്കാം. ഇതെന്നാ അതിങ്ങതാ, അതതിനകത്ത് കിടക്കട്ടെ. അമ്മച്ചേനെ ഇതിനകത്ത് തിന്നണേ. സ്റ്റീൽ പാത്രമോ? 2 കഷ്ണം മാത്രം എടുത്തേ. കുട്ടിയോടെ എടുത്തോണ്ട് പോ. മിണ്ടാതിരിക്കാനോ? അമ്മച്ചി എന്നോട് ചുപ്പ് രഹോന്ന് പറഞ്ഞു. ചേട്ടന് ചുപ്പണോ? ചേട്ടാ എടുക്കട്ടെ? അപ്പോൾ ചേട്ടൻ ഇവിടെ കഴിക്കാനിരുന്നു, ഞാൻ ഇവിടെ കഴിക്കാനിരുന്നു, അമ്മച്ചി ഇവിടെ കഴിക്കാനിരുന്നു. നീ എന്നാടാ തന്നെ നിന്നോണ്ടിരിക്കണേ? എന്നാ
നീ എന്ത് സാധനടാ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഓരോ തന്നെ തിന്നണം. ദേ ആനസൂട്ട പുഴുക്ക് കൊണ്ട് വെച്ചിട്ട് ഓറഞ്ച് തിന്നുകൊണ്ടിരിക്കണു. ആനസൂട്ടൻ കാണുന്ന മൂവിയാണ് ഡോറയുടെ പ്രയാണം. ബാ മാപ്പിനോട് ചോദിച്ചു പോകാം. മാപ്പേ പറയൂ, ഞങ്ങൾക്കുള്ള വഴി കാണിച്ചു തരൂ. എന്നാ മറ്റേ ഇതേ ഇരുട്ടത്തിരിക്കണം. ഓ ഇവന് വെട്ട അലർജിയാ. ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചേക്കുക. എന്നിട്ട് ഞാൻ ഇതിലെ തേരവാര നടക്കുന്നു. ചേട്ട പറഞ്ഞു വായിരിക്കുന്നു. ഇരുന്നു. എൻ്റെ ഗ്ലാസ് കഴുകിയായിരുന്നോ ചേട്ടനാ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. കമ്മലും മാലയൊന്നും ഇട്ടില്ല. ഇന്നലെ ക്രിസ്മസ് സെലിബ്രേഷന് പോയതായിരുന്നു. ചുവന്ന കമ്മല് ചുവന്ന മാലയിട്ട്. ഗ്ലാമറായിട്ട് പിന്നെ വരാട്ടോ. ഇപ്പം മൊത്തം പണിയാ. ഇനി വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ബീഫ് കറിയൊക്കെ വേവിച്ച് വെക്കാമെന്ന് പറഞ്ഞു. ചേട്ടനാണ് ഈ ബീഫ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പോർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പോർക്ക് ഇപ്പം ഞാൻ കഴിച്ചിട്ടില്ല. ചേട്ടനത് പിന്നീട് ഉണ്ടാക്കി കഴിച്ചോളാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫാണ് കേട്ടോ. ബീഫും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മളിതേ തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി വന്നു. നമ്മുടെ ബീഫ് കറി ഇവിടെ വേവാൻ റെഡിയാട്ടിക്കാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ അമ്മച്ചി ഉപ്പിട്ടു. ചേട്ടൻ ഉപ്പിൻ്റെ അസുഖമുണ്ട്. ഉപ്പിൻ്റെ ടേസ്റ്റ് അറിയില്ല. അമ്മച്ചി എന്നെ ചിരിച്ച. നീ അങ്ങോട്ട് പോടാ. നീ എന്നെ തിന്നാൻ പോവാ? ഓഹോ ഞാൻ വരുവാ. ഞാൻ വന്നു. നമ്മൾ തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴുകി ഞാൻ കുളിച്ച സുഹൃത്തുക്കളെ. കുളിച്ച് സുന്ദരിയായി കുട്ടപ്പിയായിട്ട് വന്നാണ്. എൻ്റെ മുഖത്ത് കരിയുണ്ടോ? സൂക്ഷിച്ചു നോക്കിക്കേ. ആ നീലയുടെ സാധനത്തിലൊന്ന് ക്ലിക്ക് ചെയ്തേ. അപ്പം അത് പെട്ടെന്ന് മിന്നിക്കോളൂ. നീല ഒന്ന് കണ്ടുപിടിച്ചിട്ട് ക്ലിക്കണം കേട്ടാ. വെള്ള ക്ലിക്ക് ചെയ്യണ്ട. വെള്ള ഇപ്പം അങ്ങനെ മിന്നണം. മാറിപ്പോയേക്കരുത്. നീലയാന്ന് പോയി കണ്ടുപിടിക്കാതെ. യെസ്. വേണ്ട അതേ ഉള്ള. നല്ല രസമുണ്ട് കേട്ടാ. വാവ്. അപ്പോൾ നമ്മളിതാ ഇവിടെ പുൽക്കൂടൊക്കെ ഞാനിരുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പച്ച സാരിയാണ് ഇവിടെ വെച്ചത്. നമ്മുടെ ബൾബ് അലങ്കാരങ്ങൾ ഇത്രയായി. ഇനി നടുക്ക് കുറച്ച് ഭാഗത്തു കൂടി ബൾബ് തെളിക്കാനുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് കടയിലൊക്കെ പോകണം. നീ എന്നെ തിന്നണേ? നീ എന്നെ തിന്നണേന്ന്? പഴംപോളി. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേക്കും കൊണ്ട്. അപ്പം പഴംപോളിയും വാങ്ങിച്ചോണ്ടാവുന്നു ഇവന് കൊടുക്കാനായിട്ട്. അതാ ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അത്രയും ഭാഗമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത്. ഇനി കുറേ സെറ്റ് ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ എനിക്കാണ് ഇവിടെ നിന്നൊരു സ്റ്റാറോടെ വന്നിട്ടുണ്ട്. ഇത് കണ്ട് നമ്മൾ ഈ ട്രീയുടെ മോളി വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ഈ സ്റ്റാർ ഞാൻ എവിടെ ഇടുമെന്ന് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒന്നും ഇട്ടിട്ടില്ല, കാണാതെ കിടന്ന്. അതുപോലെ ഇതൊക്കെ മാലാഹയുടെ മുകളിൽക്കൂടെ ആ മുകളിൽക്കൂടെ കൊടുക്കാനുള്ളതാണ്. ഇത് ഒരെണ്ണം. പിന്നെ പുൽക്കൂടിൻ്റെ അരിയിൽക്കൂടെ കൊടുക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എവിടെ കൊടുക്കാമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഏണ്ടൊക്കെ വീഴുന്നു. പിന്നെ ഇതും ഉണ്ട്. ഇതാണ് ഉള്ളിൽക്കൂടെ കൊടുക്കേണ്ടത്, ഇത് മുകളിൽ കൂടെ കൊടുക്കണോ എനിക്കറിയാൻ പാടില്ല. നീ അതേലൊന്നും ടച്ച് ചെയ്യല്ല. നീ താഴെ ഇറങ്ങിക്കേ. പിള്ളേർ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യണ്ട. നീ താഴെ ഇറങ്ങടാ. താഴെ ഇറങ്ങടാ വച്ചേ. ബാ എടാ, എൻ്റെ കണ്ണാടി എടുത്തില്ലടാ, ഒന്ന് എടുത്തോണ്ട് തരുമോ? അതിന് ഓടിക്കില്ലേ, വണ്ടി വന്നിട്ടുണ്ട്, വല്ല വണ്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റാറ്, നമ്മളെ വീട് മൊത്തം ബൾബിടാമെന്നാണ് ഓർത്തത്. പിന്നെ നമുക്ക് നമ്മുടെ പൂച്ചെടിയിലേക്ക് കൊടുക്കണം കുറച്ച് ബൾബ്, പൂച്ചെടിയിലേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. മുകളിലാണെങ്കിൽ അമ്പിളി മാമൻ്റെ റൗണ്ട് കാണുന്നതുണ്ടോ? അപ്പോൾ അമ്പിളിയമ്മാവൻ അതാണ് റൗണ്ടിൽ കാണുന്നത്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ആ റൗണ്ട് കാണത്തില്ല, ചന്ദ്രക്കല മാത്രമേ കാണുള്ളൂ. ഇങ്ങ് വന്ന ചേട്ടാ, റൗണ്ട് കാണുന്നുണ്ടോ? മൊബൈലിൽ കൂടെ നോക്കുമ്പോഴേ കാണുള്ളൂ. എടാ അമ്പിളിയമ്മാവനെ നീ നേരെ നോക്കിയടാ, ഇതിൽ റൗണ്ട് കാണുന്നില്ലേ? അതിനകത്ത് എനിക്ക് കാണാൻ വയ്യ. ഓ, നീ വലിയ പട്ടിയുടെ ജന്മമാണല്ലോ അല്ലേ. പട്ടികൾക്ക് രാത്രി കണ്ണറിയാവുന്നേ. മെരിപ്പെട്ടി നല്ല രസമില്ലേ നമ്മുടെ ഇത് കാണാനായിട്ട്. അപ്പം നീ ഇട്ട് കഴിഞ്ഞാൽ വള്ളി ട്രൗസറായിരിക്കും. എങ്ങനെയുണ്ട്? വലിയ ജിങ്കിൾ ബെല്ല് കണ്ടോ ഏറ്റവും മോളിൽ വെച്ചേ? അതവിടെ ഒട്ടിക്കാം. നീ വലിയ ജിങ്കിൾ ബെല്ല് കണ്ടോ ഏറ്റവും മോളിൽ വെച്ചേക്കുന്നേ? ജിങ്